ഗീവ് അപ്പ് ചെയ്യാത്തവരുടെ സ്റ്റോറി. ഓക്കെ, അപ്പം അങ്ങനെ ഗീവ് അപ്പ് ചെയ്യാത്ത ഒരു പയ്യൻ്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ പയ്യൻ്റെ പേരാണ് അർജുൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞ പയ്യനുണ്ടായിരുന്നു. അവൻ ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള സാധാരണ കുടുംബത്തിലുള്ള പയ്യനായിരുന്നു. ഓക്കെ, പക്ഷെ അവൻ്റെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. അവൻ എല്ലാവരോടും പറയുമായിരുന്നു, ഒരു ദിവസം ഞാൻ വലിയ ആളാകും. പക്ഷെ ആളുകൾ ചിരിച്ചു. നിന്നെ കൊണ്ടൊന്നും നടക്കില്ല, നിൻ്റെ സാഹചര്യത്തിൽ നിന്നും നിനക്ക് ഉയരാൻ പറ്റില്ല, നിന്നെ ആരും ഉയർത്തില്ല എന്ന് പലരും പറഞ്ഞു. ആ വാക്കുകൾ ഓരോന്നും അവൻ്റെ മനസ്സിൽ മുറിവായി. ഒരു ദിവസം അവൻ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. വളരെ പ്രതീക്ഷയോടെ റിസൾട്ട് വന്നപ്പോൾ അവൻ പരാജയപ്പെട്ടു. ആ രാത്രി അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു. എനിക്ക് ശരിക്കും പറ്റില്ലേ എന്ന് ചിന്തിച്ചു. ആൾക്കാരുടെ വാക്കിലേക്ക് അവൻ തിരിച്ചു പോയി എന്നുള്ളതാണ്. അന്ന് ആദ്യമായി അവൻ തന്നെ ഡൗട്ട് ചെയ്തു. അതായത് അതുവരെ അവൻ മോട്ടിവേറ്റഡായിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് തോറ്റപ്പോൾ അവൻ അവനെ തന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഓക്കെ, പക്ഷെ ആ സമയത്ത് അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അച്ഛൻ വന്നു പറഞ്ഞു, മോനെ വീഴുന്നത് തെറ്റല്ല, വീണ ശേഷം എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റെന്ന് പറഞ്ഞു. ഓക്കെ, ആ വാക്ക് അവൻ്റെ അടുത്ത ദിവസം മുതലുള്ള മോട്ടിവേഷനായിട്ട് മാറി. അവൻ കംപ്ലയിൻറ്റ്സ് നിർത്തി, എക്സ്ക്യൂസ് നിർത്തി, ഡെയിലി ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് താടാൻ തുടങ്ങി. മറ്റുള്ളവർ ഇറങ്ങുമ്പോൾ അവൻ പഠിച്ചു, മറ്റുള്ളവർ കളിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്തു. ഒരുപാട് ദിവസം പ്രാക്ടീസ് ചെയ്തു, ഒരുപാട് മാസങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ആളുകൾക്ക് മാറ്റം കാണാൻ തുടങ്ങി. ഇന്നലെ ഫെയിലായ അതേ കുട്ടി ഇന്ന് പതിയെ വിജയത്തിലേക്ക് എത്തുന്ന ആൾക്കാർ കാണാൻ തുടങ്ങി. ആൾക്കാർക്ക് അതിശയമായി തുടങ്ങി. ഒരു ദിവസം അവൻ വീണ്ടും അതേ കോമ്പറ്റീഷനിലെത്തി. ഇത്തവണ സ്റ്റേജിൽ അവൻ്റെ പേരാണ് വിന്നറായി വിളിച്ചത്. കയ്യടി മുഴങ്ങി. ഒരിക്കൽ ചിരിച്ച അതേ ആളുകൾ അവനെ നോക്കി പ്രൗഡായി നോക്കി. അവൻ സ്മൈൽ ചെയ്തു. കാരണം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു, സക്സസ് എന്നത് ടാലൻറ്റ് മാത്രമല്ല, ഗ്രിപ്പ് ചെയ്യാതിരിക്കാനുള്ള ധൈര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മറ്റുള്ളവർ പലതും പറഞ്ഞ് തളർത്താൻ വേണ്ടിയിട്ട് ഒരാളിലും വിചാരിക്കുന്നില്ല, നീ മാത്രം വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ നിൻ്റെ വിജയത്തിന് വേണ്ടി നീ മാത്രം പരിശ്രമിക്കാം. ഇതുപോലെ വാക്കുകൾ പറയാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവാതിരിക്കാം. പക്ഷേ ആ പഞ്ചിങ് ലൈൻ, ആ മോട്ടിവേഷൻ ലൈൻ ഇല്ലെങ്കിൽ പോലും സ്വയം മോട്ടിവേഷൻ കണ്ടെത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സ്റ്റോറിയുടെ വൈലപ്പിയാണ്. ഇതുപോലെ രസകരമായിട്ടുള്ള സ്റ്റോറീസും ഇതുപോലെ തന്നെ ടോക്കും കിട്ടാനായിട്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.